മലയാള മാധ്യമങ്ങൾക്ക് അനുവദിച്ച അഭിമുഖത്തിൽ സീതാറാം യെച്ചൂരി നിലപാട് വ്യക്തമാക്കി. അതുകൊണ്ട് കേരളത്തിലെ വിശ്വാസികളെയും ജനങ്ങളെയും വിഡ്ഢികളാക്കാനാണോ മുഖ്യമന്ത്രിയും കേരളത്തിലെ CPM നേതൃത്വവും പരിശ്രമിച്ചത് എന്നവർ വ്യക്തമാക്കണം. ഖേദപ്രകടനമെന്ന പരിഹാസ്യമായൊരു പ്രസ്താവന നടത്തിക്കൊണ്ട് വിശ്വാസി സമൂഹത്തെ വീണ്ടും വഞ്ചിക്കാൻ നടത്തിയ ശ്രമത്തിന് കേരളത്തിലെ CPM നേതൃത്വം പരസ്യമായിട്ട് മാപ്പ് പറയണം. ഒരു ഭാഗത്ത് വിശ്വാസികളെ വഞ്ചിക്കുക, മറുഭാഗത്ത് ആ നിലപാടുമായി മുമ്പോട്ട് പോകുമെന്ന് അഖിലേന്ത്യാ നേതൃത്വം പറയുക. ഇത് ശബരിമല പ്രക്ഷോഭകാലത്ത് സ്വീകരിച്ച നിലപാടിനേക്കാൾ വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ്. ആ കാലഘട്ടത്തിൽ ഒന്നുമില്ലെങ്കിലും CPM-ന് നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് വിശ്വാസികൾക്കെതിരാണ് എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് CPM സ്വീകരിക്കുന്ന സമീപനം കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുന്നതിന് തുല്യമാണ്, ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മൗനം വെടിയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്ന ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: സീതാറാം യെച്ചൂരിയുടെ നിലപാടാണോ കേരളത്തിലെ CPM-ൻ്റെയും ഈ ഗവൺമെൻറ്റെയും നിലപാട്? ആ കാര്യത്തിലൊരു ഉത്തരം മുഖ്യമന്ത്രി പറഞ്ഞേ മതിയാവൂ. എല്ലാ കാലത്തും വിശ്വാസികളെ വിഡ്ഢികളാക്കാമെന്ന് സർക്കാരും CPM-ഉം വിചാരിക്കരുത്. അവരുടെ ബുദ്ധിശക്തിയെ പരീക്ഷിക്കാൻ തയ്യാറാകരുത് എന്നുള്ളതാണ് CPM നേതൃത്വത്തോടും ഈ സർക്കാരിനോടും BJP സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. മറ്റൊരു കാര്യം മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള പരാമർശമാണ്. ലീഗിന് വേണ്ടി സീതാറാം യെച്ചൂരി ക്യാമ്പയിൻ നടത്താൻ വേണ്ടി പോകുന്നു. ലീഗ് വർഗീയ പാർട്ടിയാണോ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ സീതാറാം യെച്ചൂരി തയ്യാറാകുന്നില്ല. എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വിജയരാഘവന്റെയും നിലപാട്? അഖിലേന്ത്യാ നേതൃത്വം മുസ്ലിം ലീഗിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ തമിഴ്നാട്ടിലടക്കം ലീഗിന് വേണ്ടി ക്യാമ്പയിൻ നടത്തുമെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറയുമ്പോൾ കേരളത്തിലെ ലീഗിന് സമാനമായ ഒരു മുസ്ലിം പാർട്ടിയുമായിട്ട് പരസ്യമായി കൈകോർക്കാൻ ബംഗാളിൽ CPM തയ്യാറാകുമ്പോൾ കേരളത്തിൽ വന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കേരളത്തിലെ മുസ്ലിം ലീഗിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM വിമർശിക്കുന്നത്? ലീഗ് വർഗീയ പാർട്ടിയാണ് എങ്കിൽ അത് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും വർഗീയ പാർട്ടിയാണ്. സീതാറാം യെച്ചൂരിക്ക് കേരളത്തിൽ മാത്രമാണോ ലീഗ് വർഗീയം? തമിഴ്നാട്ടിലെ ലീഗ് സീതാറാം യെച്ചൂരിക്ക് സ്വർഗീയമാണോ? അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ സമീപനം CPM അവസാനിപ്പിക്കണം. മുസ്ലിം മതമൗലികവാദ ശക്തികളോടും തീവ്രവാദ ശക്തികളോടും CPM സ്വീകരിക്കുന്ന നിലപാട് ആത്മഹത്യാപരമായിട്ടുള്ള നിലപാടാണ്. തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മാറിയും മാറ്റിയും പറയാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് അതേ നിലപാടുള്ളവരാണ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ ഒരു മുസ്ലിം പാർട്ടി ഉണ്ടാക്കി മത്സരിക്കുന്നത്. ആശയങ്ങളൊക്കെ സമാനമാണ്, പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അവരുമായിട്ട് കൈകോർക്കാൻ CPM-ന് മടിയുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ തീവ്രവാദ സംഘടനകളുമായിട്ടും മതമൗലികവാദ സംഘടനകളുമായിട്ടും തരാതരം പോലെയുള്ള നിലപാട് അത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ സീതാറാം യെച്ചൂരിയുടെയും CPM അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെയും നിലപാടാണോ തങ്ങൾക്കുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം. ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയും CPM-ന്റെ സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കണമെന്ന് കൂടി BJP ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി BJP സ്ഥാനാർത്ഥികളെയൊക്കെ ആക്ഷേപിക്കുന്നത് കണ്ടു. BJP സ്ഥാനാർത്ഥികളെ മത്സരിച്ചതൊക്കെ സമൂഹത്തിലെ
വലിയ വലിയ ആളുകളുടെ പ്രതിനിധികളെയാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചത്. ഞാൻ ആ ആക്ഷേപത്തോട് പ്രതികരിക്കുന്നില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിയുമ്പോൾ CPM മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ബാലൻസ് ഷീറ്റ് കൂടി പുറത്തു വരുമല്ലോ. പാവപ്പെട്ട അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധികളായി മത്സരിക്കുന്നവർ എങ്ങനെയാണ് ലക്ഷാധിപതികളും കോടീശ്വരന്മാരുമായി മാറിയത് എന്ന ചോദ്യത്തിന് CPM ഉത്തരം പറയേണ്ടി വരും. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ള CPMന്റെ വലിയ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ ആസ്തി വിവര ബാധ്യതകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ നേതാക്കന്മാരൊക്കെ കോടീശ്വരന്മാരും ലക്ഷാധിപതികളുമാണ് എന്ന് കേരളം തിരിച്ചറിയുകയാണ്. മാത്രമല്ല, CPM മുഖ്യമന്ത്രിയും ആരോടൊപ്പമാണ് എന്ന് വ്യക്തമാക്കുന്നതാണല്ലോ ഇന്നലെ അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് ജില്ലയിലെ പരിപാടി. ഈ ജില്ലയിൽ അദ്ദേഹം പ്രചരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത കൊടുവള്ളി മണ്ഡലമാണ്. CPMന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലമൊക്കെ വേറെയുമുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ളവർ മത്സരിക്കുന്ന മണ്ഡലമുണ്ടല്ലോ. എന്തേ കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുവള്ളി തിരഞ്ഞെടുത്തു? കൊടുവള്ളിയിലെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയുടെ മാനസപുത്രനായതുകൊണ്ടാണോ? മുഖ്യമന്ത്രിയുമായി ഡീലുള്ള ആളായതുകൊണ്ടാണോ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആ സംഘവുമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടനിലക്കാരനാകുന്നത് കൊണ്ടാണോ കൊടുവള്ളിയിലെ LDF സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേക പരിവേഷ കൊടുക്കാൻ, ഒരു പ്രത്യേക സ്നേഹം കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത്? അതൊരു സൂചനയാണ്. കോഴിക്കോട് ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രചരണത്തിലുള്ള വേദി കൊടുവള്ളിയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ മനസ്സാരോടൊപ്പമാണ് എന്നുള്ളതിന് സൂചനയാണ്. മുഖ്യമന്ത്രിയുടെ മനസ്സ് ഇപ്പോഴും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൻ്റെ കൂടെയാണ്. മുഖ്യമന്ത്രിയുടെ മനസ്സ് ഇപ്പോഴും ധനാഢ്യന്മാരോടൊപ്പമാണ്. പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടല്ല, സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന സാധാരണ CPM പ്രവർത്തകരോടല്ല മുഖ്യമന്ത്രിയുടെ മനസ്സും മുഖ്യമന്ത്രിയുടെ സാമീപ്യവും കള്ളക്കടത്ത് സംഘവുമായിട്ടാണ് എന്നുള്ളതിൻ്റെ പകൽ പോലെയുള്ള വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് ജില്ലയിലെ പരിപാടി. അപ്പം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, മുഖ്യമന്ത്രിയും CPMഉം ഇപ്പോഴും അവരുടെ കൂറെങ്ങോട്ടാണ് എന്ന് വ്യക്തമാക്കുന്ന സമീപനമാണ്. അതുകൊണ്ട് ഈ അവിശുദ്ധ ബാന്ധവത്തിനെതിരായി വലിയ രാഷ്ട്രീയ പ്രചരണത്തിന് BJP നേതൃത്വം കൊടുക്കും. ഞങ്ങൾ കേരളത്തിൽ LDFനും UDFനും എതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മത്സരത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾക്ക് CPMന്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർക്കെതിരായി ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന പാർട്ടിയാണ് BJP. നേമത്ത് K. മുരളീധരനെ മത്സരിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള കോൺഗ്രസ് എന്തേ ധർമ്മടത്ത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെ മത്സരിപ്പിക്കുന്നില്ല? എന്തേ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മുതിർന്നൊരു കോൺഗ്രസ് നേതാവിനെ മത്സരിപ്പിക്കാൻ CPM തയ്യാറാകാത്തത്? അങ്ങനെയാണല്ലോ രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാവേണ്ടത്. അപ്പം നേമമണ്ഡലത്തോട് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു സമീപനം ധർമ്മടത്തോട് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ മുഖ്യമന്ത്രിയോട് കോൺഗ്രസിന് സോഫ്റ്റ് കോർണർ ഉണ്ടോ? ഉണ്ടെന്നാണല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിക്കെതിരായി മുഖ്യമന്ത്രി UPA സഖ്യത്തിൻ്റെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ ആണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിൽ മാത്രമാണല്ലോ കോൺഗ്രസ് വിരുദ്ധ പ്രസംഗം. കേരളം വിട്ടുകഴിഞ്ഞാൽ ബംഗാളിലെ CPMന്റെ സ്റ്റാർ ക്യാമ്പയിനറുടെ പട്ടികയിൽ പിണറായി വിജയന്റെ പേരുണ്ട്. തമിഴ്നാട്ടിലെ CPMന്റെ സ്റ്റാർ ക്യാമ്പയിനർമാരുടെ പട്ടികയിൽ പിണറായി വിജയന്റെ പേരുണ്ട്. അദ്ദേഹം പോകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ പട്ടികയിലുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലും ബംഗാളിലും പിണറായി വിജയൻ ആർക്ക് വേണ്ടിയാണ് പ്രസംഗിക്കുക? തമിഴ്നാട്ടിലും ബംഗാളിലും പിണറായി വിജയൻ പോയാൽ പോകുമോ ഇല്ലയോ എനിക്കറിയില്ല, പക്ഷെ അവരുടെ പട്ടികയിൽ പേരുണ്ട്. പോയാൽ സ്വാഭാവികമായിട്ട് പ്രസംഗിക്കുക കോൺഗ്രസിന് വേണ്ടിയാണല്ലോ. അങ്ങനെ കോൺഗ്രസിന് വേണ്ടി
ബംഗാളിലും തമിഴ്നാട്ടിലും താരപ്രചാരകന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ നന്ദി സൂചനയായിട്ടാണോ ധർമ്മടത്ത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെ പോലും മത്സരിപ്പിക്കാൻ തയ്യാറാകാത്തത്? രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ആ കാര്യത്തിലൊരു മറുപടി പറയണം. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം മറുപടി പറയണം. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ട പരിശ്രമമാണ്. ഇത്രയും ദിവസമായിട്ടും അവർക്ക് ദുർബലനായിട്ടുള്ള ആളെ പോലും കിട്ടുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും സാധിക്കാത്ത തരത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ദുർബലമാണ് എന്ന് മാത്രമല്ല, അത് ഒരു ധാരണയുടെ ഭാഗമാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് BJP സംശയിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളോടൊരു വ്യക്തത വരുത്താൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തയ്യാറാവണം, കേരളത്തിലെ നേതൃത്വം തയ്യാറാകണമെന്ന് കൂടി BJP ആവശ്യപ്പെടുകയാണ്. ബാലശങ്കറിന്റെ പ്രസ്താവന വെളിപ്പെടുത്തൽ അതിന് BJP ബാലശങ്കർ പറയുന്നത് ഞങ്ങൾ അതിനെക്കുറിച്ച് നേരത്തെ പാർട്ടി നേതൃത്വം, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടാണ്. ചെങ്ങന്നൂരും ആറന്മുളയും ഏറ്റവും കടുത്ത മത്സരം CPM-ന് കൊടുക്കുന്ന പാർട്ടി BJP ആണ്. ഞങ്ങളാണ് അവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മത്സരം സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസ് ആണോ CPM-നെതിരായിട്ട് മത്സരം സംഘടിപ്പിക്കുന്നത്? അല്ലല്ലോ. ചെങ്ങന്നൂരിൽ ഞങ്ങൾക്ക് നിർത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥി ചെങ്ങന്നൂർകാരനായ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ്. കഴിഞ്ഞ 10-25 വർഷക്കാലമായിട്ട് ചെങ്ങന്നൂരിൽ പ്രവർത്തിച്ച് പരിചയമുള്ള, പാരമ്പര്യമുള്ള, അവിടെ ജനപ്രതിനിധിയായിട്ട് പല പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ നിർത്തിയിട്ട് വലിയ മത്സരം ഞങ്ങളാണ് CPM നടത്തുന്നത്, കോൺഗ്രസ് അല്ല. കോൺഗ്രസ് എവിടെയാണ്? ചെങ്ങന്നൂരിൽ. ആറന്മുളയിൽ നിലവിലുള്ള CPM-ന്റെ സിറ്റിംഗ് MLA-ക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് ഞങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആ സ്ഥാനാർത്ഥിയെ നോക്കിയാൽ അറിയാം. ആ സ്ഥാനാർത്ഥിയുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ അറിയാം. CPM-കാരനായ പഴയൊരു CPM-കാരനായിട്ടുള്ള ആള്, അദ്ദേഹത്തെ CPM-നെതിരായിട്ട് ഞങ്ങൾ മത്സരിപ്പിക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മത്സരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏപ്രിൽ മാസം 6-ാം തീയതി വരെയുള്ള ആഴ്ചയുള്ളൂ. ചെങ്ങന്നൂരിലും ആറന്മുളയിലും ആരാണ് ജയിക്കാൻ വേണ്ടി പോവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ചെങ്ങന്നൂരിലെ ജനങ്ങൾക്കിടയിലുള്ള ആളാണ് ഗോപകുമാർ. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ചെങ്ങന്നൂരിൽ പാർട്ടി പ്രവർത്തനം നടത്തുന്ന ജനങ്ങൾക്ക് സ്വീകാര്യനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. പാർട്ടിയുടെ ഔദ്യോഗിക ചുമതലയുടെ വലുപ്പ ചെറുപ്പമല്ലല്ലോ. ബാലശങ്കർ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ ചെങ്ങന്നൂരിലെ പൾസറിയുന്ന ചെങ്ങന്നൂരുകാരനായിട്ടുള്ള ഒരാളെയാണ് ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. ചെങ്ങന്നൂരിലെ ജനങ്ങൾക്കറിയാം ആരാണ് സൂട്ടബിൾ ആയിട്ടുള്ള ആൾ. അതുകൊണ്ടാണ് ചെങ്ങന്നൂരിൽ പ്രാവശ്യം BJP ജയിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ അദ്ദേഹത്തോട് മറുപടി പറയുന്നില്ല, കാരണം അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ആ കാര്യങ്ങൾ അഖിലേന്ത്യാ നേതൃത്വം പറയേണ്ട മറുപടിയാണ്. ഞാൻ അദ്ദേഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ട ഒരാളല്ല. പാർട്ടിയുടെ സ്ഥാനാർത്ഥിക പട്ടികയെ സംബന്ധിച്ചുള്ള അന്തിമ അഭിപ്രായം രേഖപ്പെടുത്തിയത് തന്നെയാണ്, BJP തന്നെയാണ്. സഖ്യത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം മുതിർന്ന പാർട്ടി നേതാവ് സമ്മതിച്ചു. സഖ്യം ഉണ്ടായിരുന്നു. സത്യത്തില് എന്താണ് ജനറൽ സെക്രട്ടറി താങ്കളുടെ അഭിപ്രായം? അന്ന് ഉണ്ടായിരുന്നു, വാസ്തവല്ലേ? രാജേട്ടൻ എന്താ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. രാജേട്ടൻ എന്താ പറഞ്ഞു? സഖ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു. അല്ലാതെ പഴയ കാര്യമല്ലേ? അല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? എന്നിപ്പോ അല്പ രഹസ്യം. അതായത് വടകരയിലും ബേപ്പൂരിലും ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ മത്സരിച്ചിരുന്നല്ലോ. അത് രഹസ്യമാണോ? ഒന്നുകിൽ നിങ്ങൾ ആ പഴയ ചരിത്രം നോക്കിയാൽ മതി. നിങ്ങൾ പുതിയ ആളുകളായതുകൊണ്ടായിരിക്കാം. അതൊന്നും രഹസ്യമല്ല. രത്നസിംഗ് വടകരയിലും മാധവൻകുട്ടി സാറ് ബേപ്പൂരും സ്ഥാനാർത്ഥികളായി പരസ്യമായി മത്സരിച്ചതാണ്.
അതിലെന്താ ഇപ്പൊ ഇപ്പൊ എന്താ റെലവൻസ് ഉള്ള കാര്യത്തിൽ? അല്ല, അതല്ല. കോമൺ കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെന്താ? അദ്ദേഹം പറഞ്ഞ അതേ മോഡൽ ഇനി ആവാൻ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ എന്നുള്ള സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ല, അങ്ങനെയില്ല. അല്ല, അതുണ്ടാവും. കേരളത്തിൽ BJP മത്സരിക്കുന്നത് കോൺഗ്രസിനും CPM-നും എതിരായിട്ടാണ്. ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള ഒരു രാഷ്ട്രീയ സഖ്യത്തെ വീണ്ടും പറയുന്നത്, വീണ്ടും ഇപ്പോൾ കൊണ്ടുവരുന്നത് വിഷയദാരിദ്ര്യമുള്ള ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 15 വർഷം മുമ്പ് CPM-ആയിട്ട് ഞങ്ങൾക്ക് ധാരണ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. അതെന്താ ആരും പറയാത്തത്? പുതുമയിൽ KG മഹാരാജ് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചീഫ് ഏജന്റ് ആയിരുന്നു പിണറായി വിജയൻ. ഞങ്ങളിപ്പോൾ അത് പറയുന്നില്ലല്ലോ. അതിലെന്ത് പ്രസക്തിയാണുള്ളത്? രാഷ്ട്രീയത്തിൽ ഇന്നത്തെ രാഷ്ട്രീയമാണ് പ്രസക്തി. 10-20 വർഷം മുമ്പത്തെ കാര്യം, അന്ന് വടകരയും ബേപ്പൂർ, അത് മോഡലായിരുന്നു. വടകരയും ബേപ്പൂർ മോഡലായിരുന്നു. ആ മോഡൽ പരാജയപ്പെട്ടു പോയ മോഡലാണ്. അത് പരസ്യമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളത് രഹസ്യമാക്കി വെച്ചിട്ടില്ലല്ലോ. രഹസ്യമേ അല്ല. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുന്ന എങ്ങനെ രഹസ്യമാവുക? അതൊരു വലിയ ആനക്കാര്യമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇനി അത് ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി വേണമെങ്കിൽ ആവാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ നാളെയെ കുറിച്ച് പ്രവചിക്കാൻ ഞാനല്ല. ഞാൻ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ ആളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ലീഗിനും കോൺഗ്രസിനും എതിരായിട്ടുള്ള ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഈ രാജ്യത്ത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പാർട്ടിയാണ് BJP, തോൽപ്പിക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ട് CPM-ഉം കോൺഗ്രസുമാണല്ലോ ഒരു ഭാഗത്തുള്ളത്. നിങ്ങൾ അത് കാണാതെ 25 കൊല്ലം മുമ്പത്തെ ഈ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ സഖ്യം കാണാതെ 25 കൊല്ലം മുമ്പത്തെ സഖ്യം പറയുകയാണ്. ഇപ്പം നമ്മൾ മുമ്പിലുള്ള സഖ്യം എന്താണ്? ഇതാ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിന് സീതാറാം യെച്ചൂരി കൊടുത്ത അഭിമുഖത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്താ നിങ്ങൾ അതിനെക്കുറിച്ച് പറയാത്തത്? കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ പട്ടികയിൽ പിണറായി വിജയന്റെ പേരുള്ളതിനെ കുറിച്ച് എന്താ നിങ്ങൾ പറയാത്തത്? അതല്ലേ പറയേണ്ടത്. ഈ ശബരിമല വിഷയത്തിൽ മുമ്പ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ഒരാൾ പോലും, അതായത് നിലപാടിൽ മാറ്റം വരുത്തില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്നിപ്പം മലപ്പുറം മഞ്ചേരി അന്തിമ വിധി വന്നതിന് ശേഷം ജനങ്ങളുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ തിരിയും. ഇതെന്തോ? അല്ല, അത് CPM ഒരുപാട് പുറകോട്ട് പോയി എന്ന് ജനങ്ങളുടെ മുമ്പിൽ അവർ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ശ്രമം പോലും പരിഹാസ്യമാണ് എന്നുള്ളതാണല്ലോ സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന. ശബരിമല വിഷയം വന്ന സമയത്ത് ഞങ്ങൾ കേരളത്തിലെ ഗവൺമെന്റിനോട് പറഞ്ഞത് സർക്കാർ പുനഃപരിശോധനാ ഹർജി കൊടുക്കണമെന്നായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ നിലപാട്. അല്ലാതെ കോടതി വിധിയെ തെരുവിൽ സർക്കാർ ചോദ്യം ചെയ്യണമെന്ന് BJP ഒരിക്കലും പറഞ്ഞിട്ടില്ല. സർക്കാർ ഒരു വ്യവസ്ഥാപിത മാർഗമാണ്. ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആ കോടതി വിധിയോട് സർക്കാരിന്റെ രീതിയിലേ പെരുമാറാൻ സാധിക്കുള്ളൂ എന്ന് നന്നായി അറിയുന്നൊരു പാർട്ടിയാണ് BJP. ഞങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിനോടെന്ന് പറഞ്ഞത്, നിങ്ങൾ പുനഃപരിശോധനാ ഹർജി കൊടുക്കണം, റിവ്യൂ പെറ്റീഷൻ കൊടുക്കണം, സർക്കാർ കൊടുക്കണം. സർക്കാർ വിശ്വാസികളുടെ ഭാഗത്ത് നിൽക്കണം. പക്ഷേ സർക്കാർ വിശ്വാസികളുടെ ഭാഗത്തല്ല, സർക്കാർ ബിന്ദു അമ്മയുടെ ഭാഗത്താണ് നിന്നത്. സർക്കാർ അയ്യപ്പ ഭക്തരുടെ കൂടെയല്ല, സർക്കാർ രഹന ഫാത്തിമയുടെ കൂടെ നിന്നത്. അവിടെയാണ് പ്രശ്നമുണ്ടായത്. അപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ പുറകോട്ട് പോകില്ല. 1000 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റമില്ല. 1000 തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നില്ല. ഒരൊറ്റ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ CPM നിലപാട് മാറ്റി. ആ മാറ്റമാണല്ലോ ഇപ്പോൾ ആളുകളുമായിട്ട് ആലോചിച്ച് നടപടിയെടുക്കുള്ളൂ എന്ന് പറയുന്നത്. അന്തിമ വിധി വന്നതിന് ശേഷം പിന്നെ ആ വിധി ഉണ്ടാകാൻ, അന്തിമ വിധി വരുന്നതിന് മുമ്പേ സർക്കാരിൻ്റെ നിലപാട് കോടതിയിൽ മാറ്റണ്ടേ? വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ കോടതി ഞങ്ങൾ നടപ്പിലാക്കോ ഇല്ലയോ എന്ന് സർക്കാർ അഭിപ്രായം പറയുന്നത് എന്ത് പ്രസക്തിയുള്ളത്? ഈ റിവ്യൂ പെറ്റീഷൻ വരുന്ന സമയത്ത് സർക്കാർ നിലപാട് മാറ്റാൻ തയ്യാറുണ്ടോ? അല്ല, അതിലെന്ത് യുക്തിയാണുള്ളത്? കോടതി വിധി വന്നുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കി. കോടതി വിധി ഒരു കോടതി വിധി ഉണ്ടായാൽ ആ കോടതി വിധി നമുക്ക് സ്വീകാര്യമല്ലെങ്കിൽ നമ്മൾ നിയമപരമായ മാർഗം നേടുകയല്ലേ ചെയ്യുക. ഈ വിധി എങ്ങനെ വന്നു? വിധി വന്നത് സർക്കാരിൻ്റെ നിലപാടിൻ്റെ കൂടെ ഭാഗമായിട്ടാണ്. സർക്കാർ കോടതിയിൽ സ്വീകരിച്ച ഒരു സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിധി വന്നത്. സർക്കാർ തിരിച്ചൊരു സത്യവാങ്മൂലമായിരുന്നുവെങ്കിൽ കോടതി വിധി ഇങ്ങനെയാകുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സർക്കാർ പ്രതിസന്ധിയില്ല, സർക്കാരിന് നയമില്ല.
സർക്കാരിന് ഒരു നയമില്ല എന്നുള്ളതാണ്. എന്നിട്ട് ആളുകളെ വിഡ്ഢികളാക്കുകയാണ്. ഈ സർക്കാർ CPM-ന്റെ സർക്കാരിന്റെ ഭാഗമാണ് നിൽക്കട്ടെ. ഞങ്ങൾ ചോദിക്കുന്നത് CPM-ന്റെ നയമാണ്, CPM-ന്റെ നിലപാട്. ആർജവത്വത്തോടു കൂടി പറയട്ടെ. ഈ പ്രാവശ്യവും പറയാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഞങ്ങൾ പഴയ നിലപാട് ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? കോടിയേരി ബാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു സീറ്റ് പോലും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ നിലപാട് മാറ്റില്ല. ആ നിലപാടിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ CPM തയ്യാറുണ്ടോ? ശബരിമല വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു തീ പോലെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ CPM പോലും നിലപാട് മാറുന്നത്. അല്ലെങ്കിൽ CPM-ന്റെ നിലപാട് മാറുന്നത്. CPM നിലപാട് മാറുന്നത് ശബരിമല വിഷയത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും വികാരമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതിനാദ്യത്തെ കണക്ക് പറയേണ്ടി വരിക കടകംപള്ളി സുരേന്ദ്രൻ തന്നെയായിരിക്കും, സംശയമില്ല കാര്യത്തിൽ. അത് കഴക്കൂട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം. കേരളത്തിൽ CPM ശബരിമല വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിന് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഉത്തരം പറയേണ്ടതായിട്ട് തന്നെ വരും. അത് കഴക്കൂട്ടത്ത് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. അല്ല, അതുകൊണ്ടാണല്ലോ കേന്ദ്ര നേതൃത്വം ഗോപകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. BJP-യുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തോൽക്കാൻ ആരെങ്കിലും മത്സരിക്കും? ഇല്ലല്ലോ. ഒരു 3 ആളെ പട്ടിക വരുമ്പോൾ ആ പട്ടികയിൽ ഒരാളെ തെരഞ്ഞെടുക്കുക എങ്ങനെയാണ്? വിജയസാധ്യത നോക്കിയിട്ടാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അവരുടെ വിജയസാധ്യത മാനദണ്ഡത്തെ ചോദ്യം ചെയ്യാൻ ഞാനാരാ? എനിക്കറിയില്ല. ബാലശങ്കറിന്റെ പട്ടിക പേരുണ്ടായിരുന്നു എനിക്കറിയില്ല. ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ പോയ പട്ടികയിൽ പേരുണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിൽ പോയ പട്ടിക മാത്രമല്ലോ കേന്ദ്ര നേതൃത്വം പരിഗണിക്കുക. അങ്ങനെയല്ല പരിഗണിച്ചു. കേന്ദ്ര നേതൃത്വം അവരുടേതായ രീതികൾ കൂടിയുണ്ട്. ബാലശങ്കർ അർഹതയില്ലാത്ത ആളാണ്, യോഗ്യതയില്ലാത്ത ആളാണെന്ന് എനിക്കില്ല. അത് കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് കേന്ദ്ര പാർട്ടി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകുമല്ലോ. അതെന്തിനാണ്? അദ്ദേഹം കേരളത്തിലല്ലല്ലോ പ്രവർത്തിക്കുന്നത്, ഡൽഹിയിലല്ലേ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് പട്ടിക പോവുക ഇവിടുത്തെ താഴെ തലത്തിലുള്ള പ്രവർത്തകന്മാരുടെ അഭിപ്രായത്തിനനുസരിച്ചാണ്. അപ്പം ചെങ്ങന്നൂരിൽ സ്വാഭാവികമായിട്ടും ഒരു പട്ടിക വരിക, അവിടെ പ്രവർത്തിക്കുന്നവരുടെ പേരാണ് വരിക. ആ പേരുകൾ മറ്റു പല മാനദണ്ഡങ്ങൾ കൊണ്ട് കേന്ദ്ര നേതൃത്വം മാറ്റിയിട്ടുണ്ട്. ഈ പ്രാവശ്യവും മാറ്റിയിട്ടുണ്ട്. പല മണ്ഡലങ്ങളും മാറ്റിയിട്ടുണ്ട്. അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അധികാരമാണ്. അവർക്ക് മാറ്റാം. അവർ മറ്റു പല മാനദണ്ഡങ്ങൾ കൊടുക്കും. ഞങ്ങൾ ഇവിടുന്ന് ഒരു പട്ടിക അയക്കുമ്പോൾ ഇവിടുത്തെ പ്രവർത്തകന്മാരുടെയും ഇവിടുത്തെ പാർട്ടി ഘടകങ്ങളുടെയും ഒരു നിയോജക മണ്ഡലത്തിലെ വിവിധ പാർട്ടി ഘടകങ്ങളുടെ അഭിപ്രായം പരിശോധിച്ച് ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു പട്ടിക അയക്കുക. ആ പട്ടിക സ്വാഭാവികമായിട്ടും ഇവിടെ പ്രവർത്തിക്കുന്നവരുടെ പേരല്ലേ ആ പട്ടികയിൽ ഉണ്ടാവുക. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം പാർട്ടി പ്രവർത്തകന്മാർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് ഏറ്റവും സുതാര്യമായിട്ടുള്ള രീതിയിലാണ്. ഞങ്ങൾ ഓരോ നിയോജക മണ്ഡലത്തിലെയും പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ആ അഭിപ്രായം കൂടി പരിഗണിച്ച് വ്യത്യസ്ത തലങ്ങൾ ചർച്ച നടത്തിയിട്ടാണ് ഞങ്ങളൊരു പട്ടിക തയ്യാറാക്കി കേന്ദ്ര പാർട്ടിക്ക് കൊടുത്തത്. ആ കാര്യത്തിൽ ആ പ്രോസസ്സ് എന്താണ് എന്ന് പാർട്ടിയുടെ എല്ലാ പ്രവർത്തകന്മാർക്കും നന്നായിട്ടാണ്. അപ്പം അതുകൊണ്ട് പാർട്ടി പ്രവർത്തകന്മാർക്ക് ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കേരളത്തിന്റെ പട്ടികയിൽ ഇല്ലാതിരുന്ന സ്വാഭാവികമായിട്ട് കഴക്കൂട്ടത്ത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് എന്ന് തോന്നിയതുകൊണ്ടാണല്ലോ കേന്ദ്ര പാർട്ടി അവരെ നിശ്ചയിച്ചത്. അത് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനമാണെന്ന അഭിപ്രായമാണ് എനിക്ക്. കാരണം കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെ നേരിടേണ്ടത് ശബരിമല പ്രക്ഷോഭത്തിന് വേണ്ടി ദിവസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ച ഒരു വനിത എന്നുള്ള നിലക്ക് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ നേരിടാൻ ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥി. അത് കേന്ദ്ര പാർട്ടിയുടെ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇരിക്കുന്നു. അല്ല, അത് അവരെ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കേരളത്തിലെ പട്ടികയിൽ ഉണ്ടാകും. ഇതിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം കേന്ദ്ര പാർട്ടി പറഞ്ഞു അവരനുസരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അല്ല, ഇതിപ്പോ ഒരു സസ്പെൻസ് ആണല്ലോ നിങ്ങൾക്ക്. അതെ, കഴക്കൂട്ടത്തെ ജനങ്ങൾക്കും കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഇതൊരു സസ്പെൻസ് സ്ഥാനാർത്ഥിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇതിനേക്കാൾ വലിയ സസ്പെൻസ് ആയിരുന്നു എന്ന് നമ്മളതിനെ ഈ സസ്പെൻസിന്റെ ഒരു ഇത് ശക്തി കുറക്കുന്നത്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നത് കാരണം ഒന്ന്, കേന്ദ്ര പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ചില ആളുകൾ പറയുന്ന പ്രസ്താവനയുണ്ട്. കേന്ദ്ര നേതൃത്വമാണല്ലോ മറുപടി പറയുന്നത്. ഞങ്ങളുടെ എന്താ പറയുക, പൊസിഷൻ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കേന്ദ്ര പാർട്ടിയുടെ ഭാഗമാണ് അദ്ദേഹം, കേന്ദ്രത്തിൽ ചുമതല വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് കേന്ദ്ര പാർട്ടിയാണ് മറുപടി പറയുക. അതിൽ ഞാൻ മറുപടി പറയുന്നത് അതൊരു ഔചിത്യക്കുറവ്. അതുകൊണ്ട് എനിക്കത് താല്പര്യം. അല്ല, ആ ഒരു ബോധ്യത്തെക്കുറിച്ചാണ് ഞാൻ നിലപാട് പറഞ്ഞത്. ചെങ്ങന്നൂർ മാറമുളയിലും CPM-നെ തോൽപ്പിക്കുന്ന പാർട്ടി BJP ആയിരിക്കും. നിങ്ങൾക്ക് മെയ് മാസം 2-ാം തീയതി കണ്ടാൽ അറിയാലോ. നമ്മൾ ഇത് വർഷങ്ങൾ കാത്തിരിക്കണ്ടില്ല. മെയ് 2-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ചെങ്ങന്നൂരിലും ആറന്മുളയിലും CPM തോൽക്കും. ജയിക്കുന്ന ആരാണെന്ന് കൂടി നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചു. അപ്പോൾ ഈ ധാരണ എന്താണെന്ന് അറിയാം. നേമത്ത് കുമ്മൻ രാജശേഖരങ്ങളാണ്, അദ്ദേഹമാണല്ലോ ശക്തൻ. ശക്തനായിട്ടുള്ള എതിരാളി അവിടുത്തെ സിറ്റിംഗ് MLA ശിവൻകുട്ടി. അവരാണ് രണ്ടാമത്തെ പാർട്ടി. കോൺഗ്രസ് അവിടെ ഇല്ലല്ലോ. കോൺഗ്രസ് എവിടെയാണ് നേമത്തുള്ളത്? നേമത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു സീറ്റ് പോലും കോൺഗ്രസ് ജയിച്ചിട്ടില്ല. തൂക്കം കൊണ്ട് ശക്തനായിരിക്കും. അത് മറ്റേ എനിക്കറിയാം, ശിവൻകുട്ടിയുടെ തൂക്കം എനിക്കറിയില്ല. കുമ്മനത്തേക്കാൾ തൂക്കം കൂടുതലുണ്ട്. രണ്ടു കൂട്ടരാണ്. ശത്രുവില്ല, ഞങ്ങൾക്ക് എതിരാളികളില്ല. ശത്രു എന്ന ഏർപ്പാടില്ല. എതിരാളികൾ ചില സ്ഥലത്ത് കോൺഗ്രസ് ആണ്, ചിലത്ത് CPM ആണ്. അതാത് മണ്ഡലത്തിൽ ആർക്കാണ് സ്വാധീനം എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഞങ്ങൾ ആരെയാണ് തോൽപ്പിക്കേണ്ടതിനെ ആശ്രയിച്ചാണ്. ഞങ്ങൾ ചില മണ്ഡലത്തിൽ ഞങ്ങൾ തോൽപ്പിക്കേണ്ടത് CPM-നെയാണ്, ചില മണ്ഡലത്തിൽ ഞങ്ങൾ തോൽപ്പിക്കേണ്ടത് കോൺഗ്രസിനാണ്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ എൻ്റെ എതിരാളി LDF ആണ്. അതേ സന്ദർഭത്തിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ ഞങ്ങളുടെ എതിരാളി UDF ആണ്. ഞങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത് അവരെയാണ്. ഞങ്ങൾ കേരളത്തിൽ മത്സരിക്കുന്നത് UDF-നെയും LDF-നെയും തോൽപ്പിക്കാനാണ്. അതിലേതെങ്കിലും ഒരാൾ കൂടുതലോ ഏതെങ്കിലും കുറവില്ല. ഓക്കെ, സന്തോഷം.